ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള തുണികളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 8 കളർ തുണികളാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോന്നും 8 പീസ് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നല്ലൊരു ഐഡിയ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന 8 കളർ തുണിയിൽ നിന്നും ഓരോ പീസ് വെച്ചിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എടുത്തിട്ടുള്ള ഈ 8 പീസ് തുണിയുടെയും ഒരരികു ഭാഗം നമ്മൾ ബാക്കിലേക്കായിട്ട് മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 പീസ് തുണി ആ ഒരു രീതിക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കളർ അനുസരിച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ആദ്യം നമ്മളിതാ ലൈറ്റ് കളർ തുണി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഓരോരോ പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ വീഡിയോയിൽ എങ്ങനെയാണോ വെക്കുന്നത് ആ ഒരു രീതിക്ക് ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടാണ് അടുത്തൊരു പീസ് തുണി നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ 8 പീസ് തുണി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ ദാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 8 കളറായിട്ടുള്ളത് ഒരു സെറ്റാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതേ രീതിക്ക് തന്നെ ബാക്കിയുള്ള തുണികൾ നമുക്ക് ഓരോരോ സെറ്റുകളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മൾ ടോട്ടൽ 8 സെറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് സ്ക്വയറിൽ ഒരു പീസ് തുണിയാണ്. അതിൻ്റെ നീളവും വീതിയും 19 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന ആ ഒരു രീതിക്ക് തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്ത തുണിയുടെ മുകളിലേക്കായിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന്ന് ഒരു സെറ്റ് എടുത്തിട്ട് നമ്മളിതാ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലൈൻ മാർക്ക് ചെയ്തതിന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പം ആദ്യം നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്കായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ലൈനിന് കറക്റ്റായിട്ട് നമ്മൾ ആ പ്ലസ് പോലെ മാർക്ക് ചെയ്തില്ലേ ആദ്യം, ആ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് ലൈനിലേക്ക് അടുത്തൊരു സെറ്റ് തുണി വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത അതേ രീതിക്ക് തന്നെ മൂന്നാമത്തെ സെറ്റ് തുണിയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ആ ഒരു ലൈനിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി ഇവിടെ നമ്മൾ മൂന്നാമത്തെ സെറ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലൈനിൽ നാലാമത്തെ സെറ്റ് നമ്മൾ വെച്ച് കൊടുക്കുക. അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 4 സെറ്റ് തുണികൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള പ്ലസ് പോലെ മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ലൈനിന് കറക്റ്റായിട്ട് തുണി അടുത്ത സെറ്റ് തുണി വെച്ച് കൊടുക്കുക. അവിടെ നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഈ ഒരു രീതിക്ക് ബാക്കിയുള്ള 3 ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ ദാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 8 സെറ്റ് തുണികളും ഓരോ ലൈനിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ സെറ്റ് തുണിയിൽ നിന്നും ഓരോ ഭാഗത്തു നിന്നായിട്ട് ഒരു സെറ്റിൽ നിന്ന് ഒരു സൈഡിലുള്ള തുണിയും അടുത്ത സെറ്റിൽ നിന്ന് അടുത്ത സൈഡിലുള്ള തുണിയും ഇതുപോലെ കോണ് പോലെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുക 2 സൈഡിലുള്ള തുണിയും. ഇനി നമുക്ക് ഇതേ രീതിക്ക് തന്നെ അടുത്ത പീസ് തുണി കോണ് പോലെ മടക്കിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക 2 സൈഡൊന്നായിട്ട്. ഇനി അടുത്തൊരു കളറ്. അങ്ങനെ നമ്മൾ 8 കളർ തുണിയും ആ ഒരു രീതിക്ക് തന്നെ ഒന്ന് മടക്കിയിട്ട് കോണ് പോലെ മടക്കിയിട്ട് ഈ ഒരു രീതിക്ക് ഒന്ന് പിടിച്ചു കൊടുക്കാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വ്യക്തമാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും കാണുന്ന രീതിയിൽ കാണിക്കുന്ന ആ ഒരു രീതി കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇതാ 8 കളർ തുണിയും നമ്മൾ കോണ് പോലെ മടക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴത്തെ ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ രീതിക്ക് തന്നെ ഓരോന്നും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ആദ്യം നമ്മൾ കോണ് പോലെ മടക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്തെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ആ ഒരു രീതിക്ക് ഇത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം.
അപ്പം അങ്ങനെ നമ്മളിതാ ഇവിടെ ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു ബട്ടൺ തുന്നി കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്കിത് റൗണ്ടിലായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ ദാ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പീസ് തുണി റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം നീളത്തിലായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. എന്നാൽ ഇതുപോലെ ലൈൻ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കായിട്ട് സിബ് വെച്ച് കൊടുക്കണം. നമ്മളിതാ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. സിബിൻ്റെ രണ്ടറ്റവും നമ്മൾ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തുണിയുടെ നല്ല വശത്തേക്കായിട്ട് അരികിലൂടെ ആയിട്ട് സിബിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നമ്മൾ ആ ഒരു ഭാഗത സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സിബിൻ്റെ അടുത്തൊരു അരികു ഭാഗത്തേക്കായിട്ട് അടുത്തൊരു പീസ് തുണി ഉണ്ടല്ലോ, അതിതാ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക, നല്ല വശം ചേർന്ന് വരുന്ന രീതിക്ക്. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് ആ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതാ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമ്മൾ മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചത്, അതെടുക്കുക. അതെടുത്തിട്ട് ഇങ്ങനെയൊന്ന് മുകളിലൂടെ ആയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ, രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക്. ഇനി നമുക്കിതിൻ്റെ അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം റൗണ്ടിൽ. അപ്പോൾ ഇവിടെ ദാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിലൂടെ സിബ് ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു തുണിയുടെ നല്ല വശം നമുക്ക് പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കുഷ്യൻ കവറാണ്, റൗണ്ട് ഷേപ്പിലുള്ളത്. സ്റ്റിച്ചിങ്ങിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള കട്ട് പീസ് തുണികളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു കുഷ്യൻ കവറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒരു ഹാർട്ടെങ്കിലും തന്നെ അറിയിക്കുക. ഈ ഒരു വീഡിയോന് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.